നേരെ കാണുന്ന കേട്ടോ കളിയാട്ടമുക്ക് ജുമാ മസ്ജിദ്. അവിടുന്ന് അതിന്ന് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ കാണുന്നത്. ഹലോ, ഞാനിന്നിവിടെ വന്നിട്ടുള്ളതെന്ന് പറയാം നമ്മളെ കളിയാട്ടമുക്കിലുള്ള കളിയാട്ടക്കാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടത്തിന്റെ മുന്നിലാണ് കേട്ടത്. ഇതാണ് ആ കവാടം. ഇത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടുള്ള കവാടാണ് കേട്ടോ. ഇതിന് വലിയൊരു പ്രത്യേകത തന്നെയുണ്ട്, വലിയൊരു ചരിത്രം തന്നെയുണ്ട് കേട്ടോ. ഇതിന് എന്താന്ന് വെച്ചാല് പടിഞ്ഞാറ് വശത്തോട്ട് തിരിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കവാടമുള്ള ക്ഷേത്രങ്ങള് വളരെ കുറവാണ് കേട്ടോ. അതിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത്. വളരെ കുറവാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇല്ല എന്നോ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച്. അപ്പൊ അതിനൊരു ചരിത്രം തന്നെയുണ്ട്. ആ ചരിത്രം എന്താണുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഈ ക്ഷേത്രത്തിന്റെ തന്നെ നടത്തിപ്പുകാരിൽപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലത്താണ്. അവിടെയാണ് അമ്മേനെ ആദ്യം കുടിയിരുത്തുന്നത്. അപ്പൊ അവിടുന്ന് അമ്മയ്ക്ക് ഇരിക്കാൻ സ്ഥലം നോക്കാൻ വേണ്ടിയിട്ടാണ് മകനായിട്ടുള്ള ഗണപതിനെ പറഞ്ഞയക്കുകയാണ്. എന്റെ ഐതിഹ്യം അങ്ങനെയാണ്. ഗണപതിനെ പറഞ്ഞയച്ചിട്ട് മകൻ വന്ന് ഈ കളിയാട്ടമുക്ക് ഭാഗത്തുള്ള ഈ സ്ഥലം, ഇവിടെ കളിയാട്ടക്കാവ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഈ സ്ഥലത്ത് വന്നിട്ട് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രകൃതി കണ്ടിട്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവാണ്. പിന്നെ മകനെ കാണാതെ അമ്മ തിരക്കി വരിക. ഒരു കാര്യത്തിന് പറഞ്ഞയച്ചിട്ട് കാണുന്നില്ല എന്നുള്ള ടെൻഷനിൽ തിരക്കി വരികയാണ്. തിരക്കി വന്ന സമയത്ത് മകൻ ഇവിടെ ഇരുന്ന് ഉറങ്ങണതാ കാണുന്നത്. ഉറങ്ങുന്നത് കണ്ട് അമ്മയ്ക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് കുറച്ചുകൂടി മുന്നോട്ടായിട്ട് പടിഞ്ഞാറോട്ട് മുഖം തിരിച്ചിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ചുരുക്കം അപൂർവങ്ങളിൽ അപൂർവമാണ് പടിഞ്ഞാറോട്ട് ദർശനം കൊടുത്തിരിക്കുന്ന അമ്പലങ്ങൾ. ഏതൊരു അമ്പലം കിഴക്ക് ഭാഗത്തേക്ക് നട തുറന്നിരിക്കുക. ഏതൊരു അമ്പലം കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണിത്. അതിന്റെ കാരണം ഇതാണ്, മകനോടുള്ള ദേഷ്യം കൊണ്ടാണെന്നുള്ളതാണ്. മകനൊരു കാരണത്തിന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഇല്ലാണ്ട് കിടന്നുറങ്ങി എന്നുള്ളൊരു ദേഷ്യം. ഒരു അമ്പലത്തിന്റെയും കന്നിമൂലയിലായിരിക്കും ഗണപതിന്റെ ക്ഷേത്രം ഉണ്ടാവുക. ഗണപതി ഭഗവാന്റെ ക്ഷേത്രം നിലനിൽക്കുന്നത് കന്നിമൂലയിലായിരിക്കും. വീടെടുക്കുമ്പോഴൊക്കെ പറയുന്ന കന്നിമൂല എന്ന് പറയുന്നത് വിഘ്നങ്ങളൊക്കെ വരുന്നത് കന്നിമൂല ഭാഗത്തു കൂടെയാണ്. അപ്പൊ കന്നിമൂലയിൽ അങ്ങനെ ഒരു വിഘ്നേശ്വരനാണ് ഗണപതി. ഗണപതിന്റെ സ്ഥാനം കന്നിമൂലയിലെ കൊടുക്കുക. ആ ഭാഗത്ത് ബാത്റൂം ഒന്നും ചെയ്യരുത് എന്നുള്ളതൊക്കെ പറയണത് എപ്പോഴും വൃത്തിയും വെടുപ്പാകണം. കന്നിമൂലന്റെ ഭാഗത്ത് പല പ്രശ്നങ്ങളും വരും വാസ്തുവിധി പ്രകാരം. പക്ഷെ അത് ഏതൊരു ക്ഷേത്രത്തിന്റെയും ഉപദേവനായിട്ടുള്ള കന്നിമൂലയിലായിരിക്കും ഗണപതിന്റെ. ഇപ്പോ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നേരെ കിഴക്ക് ഭാഗത്തായിരിക്കുന്നത്. അതെ, കിഴക്ക് ഭാഗത്താണ്. കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറാണ് കന്നിമൂല എന്ന് പറഞ്ഞ ഭാഗം. ഏതൊരു വാസ്തുവിന്റെയും തെക്ക് പടിഞ്ഞാറ് മൂലമായിരിക്കും. അപ്പൊ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കിഴക്ക് ഭാഗത്തിരിക്കാനുള്ള കാരണം ഇതാണ്. അതിന്റെ കാരണം അവിടെ ഉറങ്ങിപ്പോയതാണ്. അവിടെ ഇരുന്നതിന് ദേഷ്യം പിടിച്ച് കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ടാണ് അമ്മേന്റെ ഇരിപ്പ്. അത് മകന്റെ മുഖത്തേക്ക് തിരിഞ്ഞിരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിന് മൊത്തം 4 കവാടം തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട കവാടം തെക്ക് ഭാഗത്തുള്ള കവാടാണ് നമ്മള് മെയിൻ ആയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. കാരണം വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നത് അതിലൂടെയാണ്. കാരണം എന്താന്ന് വെച്ചാല് റോഡ് സൗകര്യം മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും നോക്കിയിട്ട് ആ തെക്ക് ഭാഗത്തുള്ള കവാടാണ് ഇതിനെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ ഒരു ഭാഗമായതുകൊണ്ട് ഇതിന്റെ നേരെ താഴേക്ക് ഈ വഴിയിൽ നേരെ പോയി കഴിഞ്ഞാല് പാടത്തേക്കാണ് ആ വഴി വരുന്നത് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിനും ക്ഷേത്ര കവാടത്തിനും മാത്രല്ല വേറൊരു പ്രത്യേകതയും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കവാടത്തിന് 2-3-4 അടി നടന്ന് നേരെ തിരിഞ്ഞു വരുമ്പോതാ ഇവിടുന്ന് ഇതാ ഇങ്ങനെ ഏന്തി നോക്കിയ കാണുന്ന ദൂരത്തിലാണ് കേട്ടോ നമ്മളെ കളിയാട്ടമുക്ക് ജുമാ മസ്ജിദ് ഉള്ളത്. ആ കാണുന്നതാണ് കേട്ടോ നമ്മളെ കളിയാട്ടമുക്ക് ജുമാ മസ്ജിദ്. നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ നേരെ അതിന്റെ ആ കളിയാട്ടമുക്ക് ജുമാ മസ്ജിദിന്റെ മെയിൻ ഗേറ്റും നമ്മളെ കാവിന്റെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ കാണുന്നതാണ് നമ്മളെ കളിയാട്ടക്കാവിലെ കളിയാട്ടക്കാവ് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം. അത് ഈ ഒരു നാടിന്റെ ഒരു പ്രത്യേകതയാണെന്ന് തന്നെ പറയാട്ടാ. കാരണം കോഴിക്കളിയാട്ടത്തിന്റെ അന്നുണ്ടല്ലോ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ച് ഒരേ സമയം ഇവിടെ ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലം, ഒരു ദിവസമാണ് ഈ ഒരു കളിയാട്ടക്കാവ്. പക്ഷെ സെയിം ഡേ തന്നെ വെള്ളിയാഴ്ച മുസ്ലിംസ് ആയ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ജുമ നടക്കുന്ന ദിവസവും കൂടാണ്. പക്ഷെ ഈ ഒരു കളിയാട്ടക്കാവ് ഇതിന്റെ തൊട്ടടുത്തുണ്ട്. ജുമാന്റെ സമയത്ത് ആ ഉച്ച സമയത്തൊക്കെ ഇവിടെ മൊത്തം പുകയിക്കാരം. കാരണം ഒരുപാട് നാട്ടിൽ നിന്നുള്ള ഏതൊക്കെയോ നാട്ടിൽ നിന്നുള്ള ഒരുപാട് ആളുകളും കുതിരകളും ചെണ്ടകളും ഒരുപാട് വാദ്യമേളങ്ങളും ഒരുപാട് രൂപങ്ങളും മുസ്ലിംസും ഹിന്ദുസും ക്രിസ്ത്യൻസും എല്ലാവരും കൂടി കലർന്നിട്ടുള്ള വലിയ ഉത്സവമാട്ടോ. കോഴിക്കളിയാട്ടത്തിന് അന്ന് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് പോവാ. പക്ഷെ അന്ന് ആ ഉച്ച സമയത്തും അവിടെ ഞങ്ങളുടെ നാട്ടിലത്തെ ആണുങ്ങൾ വന്നിട്ട് ജുമ നിസ്കരിച്ച് ഒരു പ്രശ്നം ഇല്ലാണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റോഡ് നേരെ പോണത് മെയിൻ റോഡിലേക്കാണ്. അതുപോലെ തന്നെ ആ പള്ളീന്റെ അടുത്തു കൂടെ വേറൊരു വഴിയും കൂടെ ഉണ്ട് കേട്ടോ, നേരെ മെയിൻ റോഡിലേക്ക് എത്തണേ. അതുകൊണ്ട് തന്നെ 2-3 വഴി ഈ കാവുക്കായിട്ടുണ്ട്. 2 വഴി ഈ പള്ളി